നമസ്കാരം. ഹിസ്ബുള്ള ഭീകരർ നടത്തിയ ആക്രമണത്തിൽ രക്തസാക്ഷിയായ ഇസ്രായേൽ സൈനികന്റെ അവസാന വീഡിയോ ഇപ്പോൾ ശ്രദ്ധേയമാണ്. ക്യാപ്റ്റൻ എയ്ത്താൻ ഇസഹാക്ക് ഓസ്റ്റർ എന്ന 22-കാരനായ ഇസ്രായേൽ സൈനികൻ കഴിഞ്ഞ ദിവസമാണ് ലെബനനിൽ ഹിസ്ബുള്ള ആക്രമണത്തിന് കൊല്ലപ്പെട്ടത്. ഓസ്റ്ററിനൊപ്പം 7 സഹപ്രവർത്തകരെയും കൊല്ലപ്പെട്ടിരുന്നു. ഹിസ്ബുള്ള ഭീകരർ പതിയിരുന്നാണ് ഇവരെ ആക്രമിച്ചത്. വീഡിയോയിൽ പുഞ്ചിരിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെടുന്ന ഓസ്റ്റർ പറയുന്നത് താനും സഹപ്രവർത്തകരും ഹിസ്ബുള്ള ഭീകരരെ നേരിടാൻ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിക്കഴിഞ്ഞു എന്നാണ്. ഹിസ്ബുള്ളയെ നേരിടാൻ ലഭിച്ചത് ചരിത്രപരമായ അവസരമാണെന്ന് പറയുന്ന ക്യാപ്റ്റൻ ഭാവിയിൽ തന്റെ സഹോദരിയുടെ മക്കൾ വളർന്നു വലുതാകുമ്പോൾ അവരുടെ ഭാവിക്ക് ഇത് ഗുണം ചെയ്യുമെന്നാണ് വ്യക്തമാക്കുന്നത്. കുടുംബത്തിലെ ആരോടെങ്കിലും താൻ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൊറുക്കണമെന്ന് അപേക്ഷിക്കുന്ന ഓസ്റ്റർ എല്ലാവർക്കും പുതുവത്സരാശംസകളും നേരുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ഹൃദയത്തിൽ തന്നെ ഉണ്ടാകുമെന്നും വിജയം വരെ പോരാടുമെന്നും എല്ലാവരുടെയും താൻ സ്നേഹിക്കുന്നതായും പറഞ്ഞാണ് സൈനികൻ വീഡിയോ അവസാനിപ്പിക്കുന്നത്. ഇസഹാക്ക് ഓസ്റ്റർ എന്ന 22-കാരനായ ഇസ്രായേൽ സൈനികന്റെ ആ വീഡിയോ ആണിത്. משפחה יקרה, ג'ק צ'סטרון אמר שלוחם אמיתי נלחם לא בגלל שנאתו למי שעומד מולו, אלא בגלל אהבתו למה שעומד מאחוריו. בתקופה האחרונה בצפון הסתובבתי בכל היישובים, ראיתי את קריית שמונה, את משגב, את מטולה, כל היישובים האלה ריקים, ממש הפכו להיות ערי רפאים. זה היה אחד הדברים, וכמובן הצפון כולו שרוף ונטוש. זה אחד הדברים שהיו לי הכי קשים. אנחנו התכוננו הרבה, בגדול זה משהו שהחדירו לי כבר מהרגע שעוד לפני שהתגייסתי, כבר הערכים שגדלנו עליהם בבית. ועכשיו הגיע הזמן, והמשימה שלנו זה להחזיר את תושבי הצפון הביתה. אנחנו מוכנים, באים חזקים. אני רואה את זה באמת כזכות היסטורית, ובעזרת השם גם משהו שישפיע על הדורות הבאים ולכל האחיינים שלי שהם לא יצטרכו להתעסק בדברים האלה. אני מכיר ומודע לגודל האחריות שמונח על כתפיי וכל האחריות של הלוחמים תחתיי, ואין גאה ממני להיות חלק מהמשפחה ולהוביל קדימה לקראת הגשמת המשימות. זה גם הזדמנות טובה להגיד לכם שנה טובה, שאני אוהב אתכם מאוד מאוד מאוד, שתכלה שנה וקללותיה ותבוא עלינו השנה הבאה לטובה עם כל ברכותיה. וכמובן אני מצטער כשפגעתי במהלך השנה, מי מכם לצערי לא היה יותר מדי זמן שניפגש ותיפגעו ממני, אבל אני מאמין אם זה קרה בזמנים הקצרים. אני אוהב אתכם מאוד מאוד מאוד, אתם תמיד איתי בלב, וזהו, עד הניצחון, אוהב מאוד. GK ചെസ്റ്റർട്ടന്റെ വരികൾ വീഡിയോയിൽ ഓസ്റ്റർ പറയുന്നുണ്ട്. ഒരു യഥാർത്ഥ സൈനികൻ ആക്രമിക്കുന്നത് തന്റെ മുന്നിലുള്ളതിനോടുള്ള വെറുപ്പ് കൊണ്ടല്ലെന്നും തന്റെ പിന്നിൽ എന്താണുള്ളതെന്ന് നോക്കിയിട്ടാണെന്നുമെന്നാണ് ഈ വരികൾ ഉള്ളത്. വടക്കൻ അതിർത്തിയിൽ താൻ പോയപ്പോൾ കണ്ട കാഴ്ചകളെ കുറിച്ചും ക്യാപ്റ്റൻ പറയുന്നുണ്ട്. അവിടെയെല്ലാം താൻ കണ്ടത് പ്രേത നഗരങ്ങളാണെന്നും അദ്ദേഹം പറയുന്നു. ഹിസ്ബുള്ള ഭീകരർ എവിടെയായാലും തീ വെച്ച് നശിപ്പിച്ച കാഴ്ചകളെല്ലാം തന്നെ ഭയാനകമാണ്. കുടുംബത്തിൽ തന്നെ പഠിപ്പിച്ച ജീവിത മൂല്യങ്ങൾ നടപ്പിൽ വരുത്താനുള്ള സന്ദർഭമാണ് ഇതെന്നും വടക്കൻ അതിർത്തിയിൽ നിന്ന് ഹിസ്ബുള്ള ആക്രമണത്തെ തുടർന്ന് വീട് വിട്ടുപോയ അവിടുത്തെ ജനതയെ എത്രയും വേഗം തിരികെ എത്തിക്കുക എന്നതാണ് തന്റെ ദൗത്യമെന്നും ഓസ്റ്റർ പ്രഖ്യാപിക്കുന്നു. ഇതുകൂടാതെ വെടിയേറ്റ് വീണപ്പോഴും സ്വന്തം കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് സുരക്ഷിതമാക്കിയ ഒരു ഇസ്രായേലി അമ്മയുടെ വീഡിയോയും ഇപ്പോൾ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റുകയാണ്. ടെൽ അവീവിൽ കഴിഞ്ഞ ദിവസം തീവ്രവാദികൾ നടത്തിയ വെടിവയ്പിൽ കൊല്ലപ്പെട്ട ഇൻബാർ സെഗേവ് വിഡ്ഗർ ആണ് വെടിയേറ്റിട്ടും സ്വന്തം കുഞ്ഞിനെ സുരക്ഷിതമാക്കിയ അമ്മ. തീവ്രവാദികൾ തുരുതുരെ വെടിയുയർത്തുമ്പോൾ 9 മാസം പ്രായമുള്ള മകൻ ആര്യയെ വെടിയേൽക്കാതെ മറച്ചു പിടിക്കുകയായിരുന്നു ഈ അമ്മ. വിഡ്ഗറിനൊപ്പം 7 പേരും തീവ്രവാദികളുടെ വെടിയേറ്റ് മരിച്ചിരുന്നു. 33-കാരിയായ വിഡ്ഗർ ഒരു സ്ഥാപനത്തിലെ ഇൻസ്ട്രക്ടറായി ജോലി നോക്കുകയായിരുന്നു. ഇവരോടൊപ്പം കൊല്ലപ്പെട്ടവർ പലരും ചെറുപ്പക്കാരാണ്. 2 തീവ്രവാദികളാണ് തോക്കുകളും കത്തികളുമായി തെരുവിലിറങ്ങി ആക്രമണം നടത്തിയത്. 19-കാരനായ മുഹമ്മദ് മസ്ക്, 25-കാരനായ മുഹമ്മദ് ഹമീലി എന്നിവരാണ് ആക്രമണം നടത്തിയ ഭീകരർ. ഇവരിൽ ഒരാളെ സുരക്ഷാ സേന വധിച്ചിരുന്നു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.